CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനിടെ റോഡിലെ കൊടിയഴിച്ച മുനിസിപ്പാലിറ്റി ജീവനക്കാരും CPIM പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ കെട്ടിയ കൊടിതോരണങ്ങൾ അഴിക്കാനെത്തിയ ജീവനക്കാരെയാണ് CPIM പ്രവർത്തകർ തടഞ്ഞത്. നഗരത്തിൽ കെട്ടിയ കൊടിതോരണങ്ങൾ മുനിസിപ്പാലിറ്റി അഴിച്ചുമാറ്റി. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇക്കാര്യത്തിൽ കോടതി വിധി തന്നെ ഉണ്ടല്ലോ, ഈ കൊടിതോരണങ്ങൾ ഇത്തരത്തിൽ നിരത്ത് കീഴടക്കി അങ്ങനെ കെട്ടാൻ പാടില്ല എന്ന്. അതാണല്ലോ അവിടെ നഗരസഭ നടപ്പാക്കിയത്. ഒരു സംഘർഷാവസ്ഥയുണ്ടോ അവിടെ? ഉന്മേഷ്, നിലവിൽ സംഘർഷാവസ്ഥയില്ല. പ്രശ്നങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നടന്നത്. ഇന്നലെയാണ് ഈ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി ഭാഗത്ത്, അതായത് കാഞ്ഞങ്ങാട് നഗരത്തിലുടനീളം ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടി. അത് സംസ്ഥാന പാതയാണ്, നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്, ട്രാഫിക് ബ്ലോക്ക് ദിവസേന ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്താണ് ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. കോടതി ഉത്തരവ്, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി CPM ഭരിക്കുന്നത്, കോടതി ഉത്തരവ് പാലിക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാവുന്നില്ല എന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുനിസിപ്പാലിറ്റി ജീവനക്കാർ ഈ കൊടിതോരണങ്ങൾ അഴിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത്. എന്നാൽ CPM പ്രവർത്തകരെ അറിയിച്ചില്ല, ഇക്കാര്യം അറിയിച്ചില്ല, ഈ കൊടി അഴിക്കാൻ പറഞ്ഞില്ല, തോരണങ്ങൾ അഴിക്കാൻ പറഞ്ഞില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകരും സംഘടിച്ചെത്തിയത്. ഈ ജീവനക്കാരും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി, ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ ഈ ജീവനക്കാർ അയച്ച വാഹനത്തിലേക്ക് മാറ്റിയ കൊടിതോരണങ്ങൾ പ്രവർത്തകർ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നിലവിൽ അവിടെ കൊടിതോരണങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ അയവ് വന്നിട്ടുണ്ട്. CPM നേതാക്കളും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ സമ്മേളനം അലങ്കോലമാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നാണ് CPM നേതൃത്വം പറയുന്നത്. ഉന്മേഷ്, ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.